ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സൈലം ലേണിംഗ്. നമ്മൾ ഓണപരീക്ഷയൊക്കെ എഴുതി നിൽക്കുകയാണ്. ഒരു വ്യത്യസ്ത ഫീലിംഗിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവുക. ചില കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ പ്രശ്നമൊന്നുമില്ല. എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. പഠിച്ചിട്ടും എഴുതാൻ പറ്റാത്തതാണോ, പഠിച്ചത് മറന്നുപോയതാണോ, പഠിക്കാത്തതാണോ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ക്വസ്റ്റ്യൻസ് വന്നതാണോ പ്രശ്നം? എന്താണ് പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുക, അതിനുവേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ അവൈലബിൾ ആണ്. റെഡി. പിന്നെ അമുഖമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെ എക്സാമിനേഷന് ചോദിക്കാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നല്ലതാണ്, കാരണം പബ്ലിക് എക്സാമിനാണ് ഇത് വരുന്നതെങ്കിൽ നമുക്ക് അതും കൂടെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഓണപരീക്ഷയ്ക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹാഫ് ഇയർലിക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗുഡ്. കാരണം അതും കൂടെ പഠിച്ച് നമുക്ക് പബ്ലിക് എക്സാമിനേഷനിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ, നമുക്ക് ഇതിന്റെ ആൻസർ കീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നില്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചാൽ മതി മുന്നിൽ. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ എഴുതാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സൊല്യൂഷൻ വിച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എത്തനോൾ വന്നാൽ, ആൽക്കഹോൾ വന്നാൽ ദാറ്റ് വിൽ ഷോ പോസിറ്റീവ് ഡീവിയേഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് എത്തനോൾ പ്ലസ് അസറ്റോൺ. എത്തനോൾ പ്ലസ് അസറ്റോൺ. ഇനി മക്കളെ, ഇവിടെ എ നോക്കിക്കേ നിങ്ങൾ. ക്ലോറോഫോം പ്ലസ് അസറ്റോൺ എന്താ? ക്ലോറോഫോം പ്ലസ് അസറ്റോൺ നെഗറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾ ആണ്. അവർക്കിടയിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണെന്നൊക്കെ പഠിച്ചതല്ലേ? യെസ്. ബെൻസീൻ പ്ലസ് ടോളുവിൻ ഐഡിയലിന്റെ എക്സാമ്പിൾ ആണ്. ഫിനോൾ പ്ലസ് അനിലിൻ നെഗറ്റീവിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തത് അതൊന്നും ചോദിച്ചിട്ടില്ല, ചോദിച്ചത് ഏതാണ്? എത്തനോൾ പ്ലസ് അസറ്റോൺ ആണ് ആൻസർ കേട്ടോ. ഇനി അടുത്തത്, ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. മക്കളെ, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിച്ച ഇലക്ട്രോലൈറ്റ് ഏതാ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, 4 സെല്ലുകൾ, അതിന് പുറമെ ഫ്യൂൽ സെല്ലും നമുക്ക് പഠിക്കാനുണ്ട്. ആനോഡ് ആരാ, കാഥോഡ് ആരാ, ഇലക്ട്രോലൈറ്റ് ആരാ, സെൽ റിയാക്ഷൻ എന്താ, സെൽ പൊട്ടൻഷ്യൽ എന്താ, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ലെഡ് സ്റ്റോറേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാ? അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 38. ആരാടാ? 38% aqueous solution of H2SO4 sulfuric acid. 38% by mass ആണ്. ആ കോൺസെൻട്രേഷനിലുള്ള aqueous solution of sulfuric acid ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ദ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, 4.1 × 10⁻12 മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. വാട്ട് ഈസ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? മക്കളെ, ഇത് 0 ഓർഡർ അല്ലേ? ഇത് ഏതാണ്? 0 ഓർഡർ. അതെങ്ങനെയാ മനസ്സിലാവുക? നമുക്കറിയാലോ ഒരു ജനറൽ ഫോർമാറ്റ്, മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? എന്നിന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ മതി. അപ്പൊ മോൾ റേസ് ടു 1 - 0 എന്ന് പറഞ്ഞാൽ മോൾ റേസ് ടു 1 ആണ്. ലിറ്റർ റേസ് ടു 0 - 1 എന്ന് പറഞ്ഞാൽ ലിറ്റർ റേസ് ടു -1 ആണ്. സെക്കൻഡ് ഇൻവേഴ്സ് ഇതല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വരുന്നത് എന്നിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോഴാണ്. സോ അത് 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് എന്താ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. മോളിക്കുലാരിറ്റി ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ എലമെന്ററി റിയാക്ഷൻ. ശരിയാണ്, എലമെന്ററി റിയാക്ഷനാണ് മോളിക്കുലാരിറ്റി പറയാൻ പറ്റുക. കോംപ്ലക്സ് റിയാക്ഷന് മോളിക്കുലാരിറ്റി പറയാൻ പറ്റൂല. ഇനി മോളിക്കുലാരിറ്റി ക്യാൻ ബി 0 ഓർ എ നോൺ ഇൻറ്റീജർ. ആ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും തെറ്റാ. മോളിക്കുലാരിറ്റി 0 ആവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം എന്താ? മോളിക്കുലാരിറ്റി 0 ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ റിയാക്ടൻസിന്റെ എണ്ണം 0 ആവുക എന്നാ. റിയാക്ടൻസ് ഇല്ലാതെയാവുക എന്നാണ്. റിയാക്ടൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ റോങ് ആണ്. സോ സി ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. സി ആണ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഓൾ ദ ട്രാൻസിഷൻ എലമെന്റ്സ് ആർ കളേർഡ് ഇൻ എവറി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ്. എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും കളർ കാണിക്കണം എന്നില്ല. ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അയാളുടെ കയ്യിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് DD ട്രാൻസിഷൻ നടന്ന് കളർ ഉണ്ടാക്കുക, അല്ലാതെ എല്ലാത്തിലും ഉണ്ടാവില്ല.
ട്രാൻസിഷൻ എലമെന്റ്സ് ആർ പാർഷ്യലി ഫിൽഡ് എന്ന് പറഞ്ഞാൽ അത് ശരിയാ. കാരണം ട്രാൻസിഷൻ എലമെന്റ് ആവാനുള്ള ഡെഫിനിഷൻ തന്നെ എന്താ? ഇറ്റ് ഹാവ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇൻ ഫ്രീ സ്റ്റേറ്റ് ഓർ എനി വൺ ഓഫ് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ്. ഇനി 4f ഓർബിറ്റൽസ് ആർ പ്രോഗ്രസീവ്ലി ഫിൽഡ് ഇൻ ആക്ടിനോയിഡ് സീരീസ്. ആക്ടിനോയിഡില് 4f അല്ല ഫില്ല് ചെയ്യുന്നത്, ലാന്തനോയിഡിലാണ് 4f ഫില്ല് ചെയ്യുന്നത്. ആക്ടിനോയിഡിൽ 5f ആണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അത് തെറ്റാണ്. ദ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് unpaired d orbital. The magnetic behavior of transition element is due to the presence of unpaired d orbitals. അത് ശരിയാണ്. അപ്പൊ അൺപെയ്ഡ് ആവുമ്പോഴാണ് അതിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. സോ ദ ആൻസർ ഇസ് സി, ബി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യെസ്, ക്ലിയർ ആണല്ലോ. അടുത്തത് അപ്പൊ ഇനി നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ? വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? നെയിം എനി 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എടാ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്, വിച്ച് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താ? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, നോട്ട് ദർ നേച്ചർ ആണ്, അല്ലെ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ട്, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം എഴുതി കൊടുക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ബ്ലഡ് സെൽസ് ആർ ഐസോട്ടോണിക് വിത്ത് 0.9% NaCl സൊല്യൂഷൻ ആണ് നമുക്കറിയാം. പക്ഷെ അതല്ല ചോദ്യം. അങ്ങനെയുള്ള ഒരു ബ്ലഡ് സെല്ല് 1.2 സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിൽ ഇട്ട് വെച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് മക്കളെ നിങ്ങൾ അറിയേണ്ടത്. 1.2 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.9-നേക്കാളും എന്താണ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഒരു തരത്തിൽ ബ്ലഡ് സെല്ലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾ ആരാണ്? ഹൈപ്പർടോണിക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈപ്പർടോണിക് സൊല്യൂഷൻ, അതായത് ബ്ലഡ് സെല്ലിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളിലേക്ക് നമ്മൾ ബ്ലഡ് സെൽ ഇറക്കി വെച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഓസ്മോസിസ് നടക്കും. എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തിലേക്ക് സോൾവെന്റ് ഒഴുകുകയല്ലേ. അപ്പൊ ബ്ലഡ് സെല്ല് 0.9%, എന്നാൽ ഇവിടെ എടുത്തിരിക്കുന്ന NaCl 1.2%. അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡ് സെല്ലിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂള് എന്താ പറയാ 1.2% കോൺസെൻട്രേഷൻ ഉള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഒഴുകും. അപ്പൊ ബ്ലഡ് സെല്ലിൽ നിന്ന് സോൾവെന്റ് പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞാൽ ആ ബ്ലഡ് സെല്ല് ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങി വരും. അതാണ് അവിടെ സംഭവിക്കുക. എന്നാൽ അതേ ബ്ലഡ് സെൽ എടുത്ത് 0.4% സൊല്യൂഷൻ 0.4% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഇട്ടാലോ അത് ഹൈപ്പോട്ടോണിക്ക, കോൺസെൻട്രേഷൻ കുറവാ. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? കോൺസെൻട്രേഷൻ കുറവുള്ള ഈ സൊല്യൂഷനിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടുതലുള്ള ബ്ലഡ് സെല്ലിലേക്ക് സോൾവെന്റ് ഒഴുകും, അഥവാ ഓസ്മോസിസ് നടക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡ് സെല്ല് ഇങ്ങനെ എന്താ പറയാ സ്വെല്ല് ചെയ്ത് വരും, വീർത്ത് വരും. ഓക്കെ, അപ്പൊ ആ 2 സിറ്റുവേഷൻ ആണ് ഇവിടെ ചോദിച്ചത്. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അതായത് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തിലേക്ക് സോൾവെന്റ് ഒഴുകുന്ന ഓസ്മോസിസ് എന്ന് പറയുന്ന ഫിനോമിന 2 സ്ഥലത്തും നടക്കും. അത്രയേ ഉള്ളൂ. ഇനി a metal X can displace copper 2+ from copper sulfate solution. Copper sulfate എന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ X-ന് കഴിയും. But cannot displace Zn2+ ion from zinc sulfate. Zinc sulfate എന്ന് Zn2+ ഡിസ്പ്ലേസ് ചെയ്യാൻ X-ന് കഴിയില്ല. എങ്കിൽ അറേഞ്ച് X, Z, copper in the decreasing order of reactivity. മക്കളെ, റിയാക്ടിവിറ്റി കുറയുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ X-ന് പറ്റിയിട്ടില്ല. അതിന്റെ അർത്ഥം സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്. കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അപ്പൊ കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണ് X. അപ്പോ സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്, പിന്നെ X ആണ്, പിന്നെ കോപ്പർ ആണ്. ഇതാണ് റിയാക്ടിവിറ്റി ഓർഡർ. അടുത്തത് റെഡ്യൂസിംഗ് പവർ. മക്കളെ, റിയാക്ടിവിറ്റി ഓർഡറിന്റെ അതേ ഓർഡർ തന്നെയാണ് റെഡ്യൂസിംഗ് പവറിനും ഉണ്ടാവുക. ഇൻക്രീസിംഗ് ഓർഡർ ആണ്. ഇൻക്രീസിംഗ് ഓർഡർ ചോദിച്ചാൽ കോപ്പർ ആണ് ഏറ്റവും കുറവ് റെഡ്യൂസിംഗ് പവർ ഉള്ളത്, പിന്നെ X, പിന്നെ സിങ്ക്. ഇതാണ് ഇൻക്രീസിംഗ് ഓർഡർ. ഓക്കെ, പിന്നെ മക്കളെ റിയാക്ടിവിറ്റിയും റെഡ്യൂസിംഗ് പവറാണ് ചോദിച്ചത്. എന്നാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ചോദിക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റാ. ഒരാൾക്ക് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറയാന്നാണ് അർത്ഥം. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ല ചോദിച്ചത്, റെഡ്യൂസിംഗ് പവറാ ചോദിച്ചത്. അപ്പോ അത് ഈ ഓർഡറിലാണ് വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് കണ്ടക്ടിവിറ്റി ഓഫ്
ഇവിടെ എല്ലാം നമ്മൾ ചെയ്തു. Conductivity of 0.20 molar solution of KCl at 298 Kelvin is 0.0248 Siemens centimeter inverse. Calculate the molar conductivity. Molar conductivity കാണാനുള്ള ഇക്വേഷൻ ഞാൻ താഴെ എഴുതുന്നുണ്ട്. Molar conductivity is equal to kappa into 1000 divided by molarity. Kappa തന്നിട്ടുണ്ട് 0.0248 into 1000 divided by മക്കളെ മൊളാരിറ്റി എത്ര തന്നത്? മൊളാരിറ്റി 0.20 അല്ലേ? ഇത് നമ്മൾ സോൾവ് ചെയ്താൽ 124 Siemens സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് കിട്ടുക. ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ഈ മൊളാർ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയണം. ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. അടുത്തത്, from the rate expression for the following reaction determine the order and യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. മക്കളെ റേറ്റിലോ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർഡർ പറഞ്ഞൂടെ? ഓർഡർ ഇസ് ഈക്വൽ ടു റേറ്റിലോ എക്സ്പ്രഷനിലുള്ള റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ പവറിന്റെ സം അല്ലേ? അപ്പൊ H2O2 പവർ 1, I മൈനസിന്റെ പവർ 1, 1 + 1 = 2. അപ്പൊ ഇതെന്താ? ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കിട്ടാൻ എളുപ്പമല്ലേ? നോക്കൂ മക്കളെ, നേരത്തെ പറഞ്ഞില്ലേ മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, സെക്കൻഡ് ഇൻവേഴ്സ് എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്ക്. അപ്പൊ മോൾ റേസ് ടു 1 - 2, 1 - 2 -1, ലിറ്റർ റേസ് ടു 2 - 1, 2 - 1 എന്ന് പറഞ്ഞാൽ 1, സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വരിക. സിമ്പിൾ അല്ലേ? യെസ്. അടുത്തത്, എക്സ്പ്ലെയിൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് എക്സാമ്പിൾ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? സുക്രോസ് എടുക്കാം. C12H22O11. അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ C6H12O6 പ്ലസ് C6H12O6 ഉണ്ടാവും. ഇതാണ് സുക്രോസിന്റെ ഹൈഡ്രോളിസിസ്. ഇതിന്റെ റേറ്റിലോ എക്സ്പ്രഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് സുക്രോസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അതായത് 1 + 1 = 2 എന്നാണ് നമ്മൾ ഓർഡർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്താ? ഓർഡർ ശരിക്കും 1 ആണ്. ഓർഡർ ശരിക്കും 1 ആണ്. കാര്യം എന്താ? അതിന്റെ ആക്ച്വൽ റേറ്റിലോ എക്സ്പ്രഷൻ ഇതാ. വാട്ടർ ഇല്ല. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ വാട്ടർ എക്സസ് എമൗണ്ടാ. എക്സസ് എമൗണ്ട് ഉള്ള ആളെ നമ്മൾ റേറ്റിലോ എക്സ്പ്രഷനിൽ എഴുതാൻ പാടില്ല. അതുകൊണ്ട് ഓർഡർ ഇങ്ങനെയാ വരിക, ഫസ്റ്റ് ഓർഡർ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് ഓർഡർ 2 കിട്ടുന്ന മക്കളെ, നമ്മൾ പ്രതീക്ഷിച്ചത് ഓർഡർ 2 കിട്ടുന്ന. പക്ഷെ ആക്ച്വലി ഓർഡർ എന്താ? 1 ആണ്. ഇതിനെയാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. ഹയർ എക്സ്പെക്ട് ചെയ്യുന്നു, കിട്ടുന്നത് 1 ആണ്. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ റിയാക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. നോക്കൂ, ഇതിപ്പോ ഗ്രാഫ് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? റിയാക്ഷൻ കോർഡിനേറ്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കാം. എങ്ങനെ ഗ്രാഫ് വരിക എന്നറിയോ? നോർമലി ഒരു ഗ്രാഫ് വരിക ഇങ്ങനെ, നോക്കണേ, നോർമലി ഒരു ഗ്രാഫ് വരിക ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഇവിടെ റിയാക്റ്റന്റ് ഉണ്ട്, ഇവിടെ പ്രോഡക്റ്റ് ഉണ്ട്. റെഡി ആണല്ലോ? ഇതാണ് ഇതിന്റെ ടോപ്പിൽ ഉണ്ടാകുന്ന സാധനമാണല്ലോ ആക്ടിവേഷൻ എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയ എന്താ പറയാ, ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് EA1 എന്ന് കൊടുക്കാം. EA1 ആണ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് കാറ്റലിസ്റ്റ്. വിത്തൗട്ട് എന്താണ്? കാറ്റലിസ്റ്റ്. നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് കാറ്റലിസ്റ്റ് ഒരു അൾട്ടർനേറ്റീവ് പാത്ത് പ്രൊവൈഡ് ചെയ്യല്ലേ ചെയ്യാ. യെസ്. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇങ്ങനെ വരിക. ഈ ബ്ലൂ കൊണ്ട് ഞാൻ വരക്കുന്നത് എന്താ? ഇവിടെ ഉള്ള EA2 ഇതാണ് EA2 എന്താ? ആക്ടിവേഷൻ എനർജി വിത്ത് കാറ്റലിസ്റ്റ് ആണ്. വിത്ത് കാറ്റലിസ്റ്റ്, മനസ്സിലായല്ലോ? വിത്തൗട്ട് കാറ്റലിസ്റ്റിനേക്കാൾ ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും വിത്ത് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ച് ഒരു അൾട്ടർനേറ്റീവ് പാത്ത് പ്രൊവൈഡ് ചെയ്ത് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്ന ആളല്ലേ അത്? യെസ്, കെമിക്കൽ കൈനറ്റിക്സിൽ കൃത്യമായി പഠിച്ചതാ, ഓർമ്മ വേണം. ഇനി റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ്. നമുക്ക് അറിയുന്നതാണ് ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇന്റർവെല്ലിലുള്ള റേറ്റ് ആണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റ് ആണ്. പിന്നെ റേറ്റ് എഴുതുന്ന സമയത്ത് ഡെൽറ്റ ഇട്ടിട്ടാണ് ആവറേജ് റേറ്റ് എഴുതുക, സ്മോൾ ലെറ്റർ D ഇട്ടിട്ടാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതി കൊടുക്കാം.
പിന്നെ 2 മാർക്കിൻ്റെതായതുകൊണ്ട് എന്താ ആവറേജ് എന്താ ഇൻസ്റ്റന്റേനിയസ് എഴുതിയാൽ തന്നെ ആ മാർക്ക് കിട്ടും. ഇനി അടുത്തത് റൈറ്റ് ദ ഇക്വേഷൻ which explains the temperature dependence of the rate of chemical reaction. മക്കളെ എന്താ അറിയോ, അറേനിയസ് ഇക്വേഷൻ എഴുതാൻ ഒന്ന് ചുറ്റി ചോദിച്ചതാ. എന്താ K is equal to A into E raised to minus EA by RT. K എന്താ റേറ്റ് കോൺസ്റ്റന്റ്, A എന്താ അറേനിയസ് ഫാക്ടർ എന്നോ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നോ അറേനിയസ് കോൺസ്റ്റന്റ് എന്നോ എന്തെങ്കിലും എഴുതിയാൽ മതി. EA ആക്ടിവേഷൻ എനർജി ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇനി വാട്ട് ഈസ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ? ഇതൊരു വില്ലനാണ്. അതായത് ഇതുവരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷെ ഈ ഓണപരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഭീകര സംഭവമാണെന്നൊന്നും അല്ല. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ലാന്തനോയിഡ്സ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സ്റ്റഡി ആയിട്ട് റെഗുലർ ആയിട്ട് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് ഡിക്രീസ് ചെയ്ത് വരുന്നതിനെയല്ലേ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയാ. അതേ സംഭവം ആക്ടിനോയിഡിൽ സംഭവിക്കുന്നതാണ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. ആക്ടിനോയിഡ്സിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അവിടെ സൈസ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. മറക്കണ്ട. ഇനി ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ഫ്രം എലമെന്റ് ടു എലമെന്റ് when compared to ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഒരു എലമെന്റ് അടുത്ത എലമെന്റിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ കൂടുതലാണെന്നാ പറയുന്നത്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ആക്ടിനോയിഡ് കോൺട്രാക്ഷന്റെ റീസൺ എന്ന് പറയുന്നത് എന്താ പറയാ, ആക്ടിനോയിഡ്സിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് 5f ഓർബിറ്റലിലേക്കാണ്. ആ എഫ് ഓർബിറ്റലിന്റെ സ്ക്രീനിങ് എഫക്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ തന്നെ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 4fുമായി കമ്പയർ ചെയ്യുമ്പോൾ 5fന്റെ സ്ക്രീനിങ് എഫക്ട് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്ട് വളരെ കുറവാണ്. എഫിന് മൊത്തമായിട്ട് തന്നെ സ്ക്രീനിങ് എഫക്ട് കുറവാ. 4fുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5fന്റെ ഒന്നുകൂടെ കുറവാണ്. സ്ക്രീനിങ് എഫക്ട് ഒന്നുകൂടെ കുറയാന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് ഒന്നുകൂടെ കൂടുന്ന. സ്ക്രീനിങ് കുറയാന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന. അപ്പോ 5fന്റെ സ്ക്രീനിങ് എഫക്ട് 4fനേക്കാൾ വളരെ കുറവായതുകൊണ്ട് ഇവിടെ ന്യൂക്ലിയർ ചാർജ് കൂടും, അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പൊ അട്രാക്ഷൻ ഒന്നുകൂടെ കൂടും. അപ്പൊ എന്താ, കൂടുതൽ കോൺട്രാക്ഷൻ നടക്കുന്നുള്ളതാ. ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. 4fുമായി കമ്പയർ ചെയ്യുമ്പോൾ 5fന്റെ സ്ക്രീനിങ് എഫക്ട് വളരെ കുറവാണ് എന്ന പോയിന്റ് എഴുതിയാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കി വെക്കാം. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ലീക്ക് ആവുന്ന വിഷയങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. അതായത് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു സമയമായതുകൊണ്ട് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് കയറ്റാൻ, സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും, അതിന്റെ കൂടെ ചില ക്വസ്റ്റ്യനൊക്കെ ഒന്നുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അത് നമ്മളങ്ങ് മനസ്സിലാക്കുക. ഓക്കെ, സാറേ ഇത് എപ്പോഴും വരുന്നതല്ലല്ലോ, ഇത് പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയല്ല. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി മാത്രമല്ല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മൾ ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില പുതിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവരിടും. അപ്പൊ നമ്മളത് ആൻസർ ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ടല്ലോ, ഓരോ സെറ്റിൽ നിന്ന് 1-2 ആൾക്കാരെ മാറ്റി നിർത്താനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ബുദ്ധിപൂർവ്വം അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ പരമാവധി ഞാൻ പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് എടുക്കാതിരിക്കുക, മാക്സിമം നമ്മൾ പഠിച്ചു തന്നെ പോവുക. ഓക്കെ, ഇപ്പോഴേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ NCERTയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയാ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, പരമാവധി ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുക, അങ്ങനെ റെഡിയാക്കി എടുക്കുക കേട്ടോ. അടുത്തത് എന്താണ്, സം ലിക്വിഡ്സ് ഓൺ മിക്സിംഗ് ഫോം അസിയോട്രോപ്സ്. ശരി, അത് ശരിയാണ്, അസിയോട്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ചോദ്യം എന്താ, വാട്ട് ആർ അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ
Azeotropes are binary mixture having same composition both in liquid and vapor phase ആണ്, and it boils at a particular temperature ആണ്, and it cannot be separated by fractional distillation ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണത്. Explain two type of azeotropes with example. നോക്കൂ, രണ്ട് ടൈപ്പ് അസിയോട്രോപ്പ് ആണുള്ളത്. ഞാൻ എഴുതുന്നില്ല. ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്, കൂടുതൽ പോസിറ്റീവായി ഡീവിയേറ്റ് ചെയ്യുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. മിനിമം അസിയോട്രോപ്പ് കാണിക്കുക. എക്സാമ്പിൾ 95% എത്തനോളും 5% വാട്ടറും മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് കിട്ടുക. സെക്കൻഡ് വൺ ഇസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ആരാ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? കൂടുതൽ നെഗറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുക. എക്സാമ്പിൾ എന്താ? 68% നൈട്രിക് ആസിഡും 32% വാട്ടറും മിക്സ് ചെയ്താൽ അങ്ങനെയുള്ള ഒരു അസിയോട്രോപ്പാണ് കിട്ടുക. നമ്മൾ പഠിച്ച കാര്യമാണത്. ഇനി ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്. അതിലേക്ക് 1.80 നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു 90 ഗ്രാം ബെൻസീനിലേക്ക്. അപ്പൊ അതിന്റെ ബോയിലിംഗ് പോയിന്റ് റൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, റൈസിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണെന്ന് അറിയണം. കാൽക്കുലേറ്റ് ദ മോളാർ മാസ്. അപ്പൊ മക്കളെ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി കാണാനുള്ള ഇക്വേഷൻ എന്താ? കെ ബി ഇൻറ്റു മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. ചോദ്യം എന്താ? മോളാർ മാസ് എം ബി ആണ് കാണാൻ പറഞ്ഞ്. അപ്പൊ എം ബിനെ മുകളിലേക്ക് കൊണ്ടോ ഡെൽറ്റ ടി ബിനെ താഴേക്ക് കൊണ്ടുപോവാ. അപ്പോ എം ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. എടാ, കെ ബി എത്രയാ? 2.53. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാ? 1.80 ആണ് ആഡ് ചെയ്യുന്നത്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി കാണാൻ എന്താ ചെയ്യേണ്ടത്? 354.11 റേസ് ചെയ്തത്. ആദ്യം 353.23 ആയിരുന്നു. അതിന് ഡിഫറൻസ് എടുത്താൽ മതി. 354.11 മൈനസ് 353. എന്താണ്? 2.3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.88 കിട്ടുക. ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം 90 ഗ്രാം അല്ലേ? യെസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 57.5 ഗ്രാം പെർ മോൾ ആണ് കിട്ടുക. ഗ്രാം പെർ മോൾ ആണ് കിട്ടുക. റെഡി? അപ്പൊ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് അറിയണം. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻ പഠിക്കണം. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഒന്നെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണാൻ അല്ലെങ്കിൽ മോളാർ മാസ് കാണാൻ ക്വസ്റ്റ്യൻ വരുന്ന നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാ. സ്ഥിരം ക്വസ്റ്റ്യനാ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. അടുത്ത ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി. ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? മൊളാലിറ്റി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. ഇനി കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 ഗ്രാം NaOH in 450 ml സൊല്യൂഷൻ അല്ലേ? അപ്പൊ നമുക്ക് മൊളാലിറ്റി കാണാം. മൊളാലിറ്റി ഇസ് ഈക്വൽ ടു given mass of solute into 1000 divided by molar mass of solute into എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലിലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലിലിറ്റർ. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 5 ഗ്രാം ആണ്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ NaOHന്റെ മോളാർ മാസ് 40 ആണ്. വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 450 ആണ്. 0 0 2 0 കട്ട് ചെയ്യാം അല്ലേ? കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ 0.278 മോളാറാ കിട്ടുക. ഇങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്? നോക്കാം, നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൃത്യമായിട്ട് അടിച്ചാൽ യു വിൽ ഗെറ്റ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി from the following, from the reaction occurring during electrolysis of aqueous silver colored solution, രണ്ട് റിയാക്ഷൻ ചോദ്യം എന്താ? ഓൺ ദ ബേസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിച്ച് റിഡക്ഷൻ ഇസ് ഫീസിബിൾ അറ്റ് എ കാഥോഡ് ആൻഡ് വൈ? മക്കളെ, കാഥോഡിൽ ആരാണ് റിഡക്ഷൻ നടക്കാൻ കാരണം എന്താണെന്നുള്ളതാണ് റീസൺ. ഇത്രയേ ഉള്ളൂ. രണ്ടുപേരുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കാം. ആർക്കാണോ കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് അയാളാണ് കാഥോഡിൽ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ 0.80 വോൾട്ട് സിൽവറിനല്ലേ? അപ്പൊ സിൽവറിനാണ് അവിടെ റിഡക്ഷൻ നടക്കുക. ഓക്കെ, ഹൈഡ്രജന് 0 ആണ്, അതിനേക്കാൾ കൂടുതലല്ലേ 0.80 എന്ന് പറയുന്നത്. യെസ്, അതാണ് റീസൺ. ഇനി റൈറ്റ് ദ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. നമ്മളിത് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. എന്താടാ പറ? കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ
കണ്ടക്ടിവിറ്റി കുറയും. അതെന്താ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നത്? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയാൻ കാര്യം കണ്ടക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് അയോൺസ് ഇല്ലടാ, നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അഥവാ ഡൈല്യൂഷൻ കൂടിയാൽ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയും, അപ്പൊ കണ്ടക്ടിവിറ്റി കുറയും. അതാണ് ഐഡിയ. ഇനി കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. നോട്ട് ചെയ്യണം, നമ്മൾ പറഞ്ഞതായത് മോളാർ കണ്ടക്ടിവിറ്റി കൂടുക ചെയ്യുക. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ഒക്കെ കൂടുക ചെയ്യുക. പക്ഷെ രണ്ട് സ്ഥലത്തും രണ്ട് കാരണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ കണ്ടക്ഷൻ കൂടാൻ കാര്യം അവിടെയുള്ള ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. വീക്ക് ഇലക്ട്രോലൈറ്റിൽ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാര്യം അവിടെ അയോണൈസേഷൻ കൂടുന്നത് കൊണ്ട് അയോണുകളുടെ എണ്ണം കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ്. പക്ഷെ രണ്ടും ഒരേപോലെയല്ല. ആ ഗ്രാഫൊക്കെ ഓർമ്മയുണ്ടോ? മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷന്റെ ഗ്രാഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെയാ വരിക, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് കൂടുക എന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുക ചെയ്യുക, പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക എന്നുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. റെഡി? ഇനി അടുത്തത്, ഫ്രം ദ ഗിവൺ സെൽ lead storage battery, mercury cell, nickel cadmium, dye cell, answer the following. Classify above as primary, secondary. മക്കളെ നിങ്ങൾക്കറിയാം lead storage സെക്കൻഡറി ആണ്, മെർക്കുറി സെല്ല് പ്രൈമറി ആണ്, നിക്കൽ കാഡ്മിയം സെക്കൻഡറി ആണ്, ഡ്രൈ സെല്ല് പ്രൈമറി ആണ്. ക്ലാസിഫൈ ചെയ്തു. റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് ഇൻ ഡ്രൈ സെല്ല്. മക്കളെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 4 സെല്ലും ആനോഡ് ആരാ, കാഥോഡ് ആരാ, ഇലക്ട്രോലൈറ്റ് ആരാ, പൊട്ടൻഷ്യൽ എന്താ, റിയാക്ഷൻ എന്താ പഠിക്കണം. ഇവിടെ ചോദിച്ചാൽ ഡ്രൈ സെല്ല. ഇവിടെ ഡ്രൈ സെല്ലില് ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് കണ്ടെയ്നർ അല്ലേ? അതെ. അതിൽ കാഥോഡ് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. കാഥോഡ് ആരാടാ മക്കളെ? കാഥോഡ് ഗ്രാഫൈറ്റ് റോഡ് അല്ലേ? ആ ഗ്രാഫൈറ്റ് റോഡിന് സറൗണ്ടിങ് ആയിട്ട് മാംഗനീസ് ഡയോക്സൈഡിന്റെയും കാർബണിന്റെയും പൗഡേഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ് ചോദിച്ചിട്ടുണ്ടോ? ഇലക്ട്രോലൈറ്റ് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം അമോണിയം ക്ലോറൈഡും അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ് അവരുടെ മിക്സർ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി വിച്ച് സെൽ ഈസ് യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്സ്? ചെറിയ ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെ, കാൽക്കുലേറ്റർ ആവട്ടെ, വാച്ച് ആവട്ടെ, ക്യാമറാസ് ആവട്ടെ, ഇയറിംഗ് ബഡ്സ് ആവട്ടെ, ഇതിലൊക്കെ മെർക്കുറി സെല്ലാണ് നമ്മൾ ഉപയോഗിക്കുക. ഏത് സെല്ലാണ് ഉപയോഗിക്കുക? മെർക്കുറി സെല്ലാണ് ഉപയോഗിക്കുക. മറക്കരുത്, മെർക്കുറി സെൽ. ഇനി വാട്ട് ആർ ഫ്യൂവൽ സെൽ? മക്കളെ ആരാണ് ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ? ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഇല്ലേ? മെത്തനോൾ പോലെ, മീത്തൈൻ പോലെയുള്ള ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി, ആ എനർജിയെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലിനെയാണ് നമ്മൾ ഫ്യൂവൽ സെൽ എന്ന് പറയാം. ഇനി റൈറ്റ് ഓവറോൾ റിയാക്ഷൻ ഓഫ് H2O2 ഫീൽസ്. ഓവറോളേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു മാർക്ക്. എന്താണ് അത്? സിമ്പിൾ അല്ലേ? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽസിന്റെ ഓവറോൾ റിയാക്ഷൻ എന്താ? 2H2 plus O2 gives 2H2O. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. ഓവറോൾ മാത്രം പഠിച്ചാൽ പോരാ, ആനോഡ് കാഥോഡ് ഓവറോൾ ഒക്കെ അറിയണം. ഇവിടെ ഓവറോൾ ചോദിച്ചിട്ടുള്ളൂ. റൈറ്റ് ദ മെറിറ്റ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിന് ഒരു മെറിറ്റ് ചോദിച്ചാൽ പൊല്യൂഷൻ ഫ്രീ ആണ്, ഹൈലി എഫിഷ്യന്റ് ആണ്, എത്ര കാലം ഹൈഡ്രജനും ഓക്സിജനും സപ്ലൈ ചെയ്യാമോ അത്ര കാലം നിങ്ങൾക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫൈനലി കിട്ടുന്ന വാട്ടർ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളത് മെറിറ്റുകളായിട്ട് പറയാം. ഇനി റൈറ്റ് ദ ഡിഫറൻസ്. എ റിയാക്ഷൻ ഇസ് എ ഫസ്റ്റ് ഓർഡർ. A reaction is first order in A, second order in B. Write the differential rate. Differential rate എങ്ങനെ എഴുതാം? ഇതാണ് ഒന്നാമത്തെ ദിവസം. ഡിഫറൻഷ്യൽ റേറ്റ് ചെയ്താണ്. ഇവിടെ ഡിഫറൻഷ്യൽ റേറ്റ് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് അറിയാലോ, മൈനസ് dR/dt. ഇങ്ങനെയല്ലേ ഡിഫറൻഷ്യൽ റേറ്റ് എഴുതാം? യെസ്. റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു എ എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. ബി എന്താണ്? സെക്കൻഡ് ഓർഡർ. അപ്പൊ ബിന്റെ പവർ ആയിട്ട് 2 വേണം. ഇങ്ങനെയാണ് വരിക. യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ദ റേറ്റ് ഈസ് എഫക്റ്റഡ് ഇൻക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബി 3 ടൈംസ്. ബി 3 ടൈംസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ബി 3 ടൈംസ് ആവുക എന്ന് പറഞ്ഞാൽ K ഇൻറ്റു A ഇൻറ്റു 3B സ്ക്വയർ എന്ന് വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3ന്റെ സ്ക്വയർ 9 അല്ലേ? അപ്പൊ 9 ഇൻറ്റു K ഇൻറ്റു A ഇൻറ്റു B സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 9 ടൈംസ് ആകും. അതായത് ഇവിടെ ബിന്റെ റേറ്റ് നിങ്ങൾ 3 ടൈംസ് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് 3 ടൈംസ് അല്ല, റേറ്റ് 3 സ്ക്വയർ ടൈംസ് 9 ടൈംസ് കൂടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ.
അതേപോലെ ഹൗ ദ റേറ്റ് ഇസ് എഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി ഇസ് ഡബിൾ. എയും ബിയും ഡബിൾ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതുക നമ്മൾ? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2a ഇൻറ്റു 2b സ്ക്വയർ എന്നാ വരിക. അപ്പോ 2ന്റെ സ്ക്വയർ 4, 4 ഇൻറ്റു 2 8. അപ്പൊ 8k മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ബി സ്ക്വയർ ഇങ്ങനെയാണ് വരിക. അപ്പൊ 8 ടൈംസ് ആണ് ആവുക. അപ്പൊ ബി നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ടൈംസ് ആണ് ആവുക. എയും ബിയും നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 ടൈംസ് ആയിട്ടാണ് കൂടുക. സിമ്പിൾ ആണ്. അതാണ് 22ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യം എന്താ? ഡിഫൈൻ ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ ഹാഫ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്നുണ്ട്. ഫൈൻഡ് ഹാഫ് ലൈഫ്. ഫസ്റ്റ് ഓർഡറിന്റെ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. 0.693 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 10⁻⁻14 അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ 1.26 ഇൻറ്റു 10⁻13 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത് നോക്കുക. അടുത്തത് ട്രാൻസിഷൻ മെറ്റൽസ് മേ ആൻഡ് മെനി ഓഫ് ദർ കോമ്പൗണ്ട്സ് ഫോം കളേർഡ് കോമ്പൗണ്ട്. യെസ്, കളേർഡ് കോമ്പൗണ്ട്സ് ആവുന്നുണ്ട്. അതിന് കാരണം DD ട്രാൻസിഷൻ ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുമ്പോഴാണ് DD ട്രാൻസിഷൻ ഉണ്ടാവുക. ആ DD ട്രാൻസിഷൻ ഉണ്ടാവുമ്പോഴാണ് കളർ ഉണ്ടാവുക. ഇനി ദ എൻതാൽപീസ് ഓഫ് അറ്റോമൈസേഷൻ ഓഫ് മെറ്റൽസ് ഹൈ ആണ്. കാരണം മെറ്റൽസ് ഡി ബ്ലോക്ക് എലമെന്റ്സ് മെറ്റൽസ് ആണ്. അവർ ഹാർഡാണ്. അവർക്കിടയിൽ നല്ല സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആറ്റമാക്കി മാറ്റണമെങ്കിൽ നല്ല എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എൻതാൽപി ഓഫ് അറ്റോമൈസേഷൻ ഹൈ ആവുന്നത്. ട്രാൻസിഷൻ മെറ്റൽസ് ആൻഡ് ദർ കോമ്പൗണ്ട്സ് ആർ ഗുഡ് കാറ്റലിസ്റ്റ്. കാര്യം ഇവർക്ക് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും, കോംപ്ലക്സുകൾ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, റിയാക്ഷൻ നടക്കാൻ ലാർജ് സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ അവർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 25. ഡിസ്ക്രൈബ് ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. മക്കളെ, ഇത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഒരുപാട് പറഞ്ഞ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു സൂചന നൽകാം. നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത് ക്രോമൈറ്റോർ FeCr2O4. ഇതാണ് ക്രോമൈറ്റോർ. ഇതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. എന്താണ് ആഡ് ചെയ്യേണ്ടത്? Na2CO3. എന്നിട്ട് ഇതിനെ ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ആ ക്രോമൈറ്റോർ സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറും അല്ലേ? Na2Cr4 ആയിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് ഒന്നും ഞാൻ എഴുതുന്നില്ല. ആ സോഡിയം ക്രോമേറ്റിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. നോക്ക്, 2 Na2Cr4 എടുക്കുക. അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അതിലേക്ക് മക്കളെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഡിയം ക്രോമേറ്റ് എന്തായിട്ട് മാറും? സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. Na2Cr2O7 ആയിട്ട് മാറും. ആ Na2Cr2O7ലേക്ക് 2 പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് K2Cr2O7 അഥവാ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഈ 3 സ്റ്റെപ്പ് കൃത്യമായിട്ട് പഠിക്കണം. അതിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Name the 3D transition series element which is not considered as a ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത ആള് സിങ്ക് ആണ്. കാരണം അയാൾക്ക് ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റലാണുള്ളത്. നെയിം ദ 3D ട്രാൻസിഷൻ വിച്ച് ഡസ് നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ. അത് സ്കാൻഡിയം ആണ്. സ്കാൻഡിയം 3+ മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോഴാണ് അയാൾക്ക് ആർഗണിന്റെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടുന്നത്. നെയിം ദ 3D സീരീസ് എലമെന്റ് വിച്ച് എക്സിബിറ്റ് ലാർജർ. യെസ്, നിങ്ങൾക്ക് അറിയാം, അത് മാംഗനീസ് ആണ്. മാംഗനീസിന് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ കാണിക്കാം എന്നുള്ളത് നമുക്ക് അറിയുന്ന നിങ്ങൾ പഠിച്ച കാര്യമാണ്. അടുത്തത് ഡിഫൈൻ ആൻ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണ്. ഗിവ് ദ പ്രോപ്പർട്ടീസ്. PA = PA0 A ആണ്. PB = PB0 B ആണ്. ഡെൽറ്റ V മിക്സിംഗ് 0 ആണ്. ഡെൽറ്റ H മിക്സിംഗ് 0 ആണ്. AA-BB ഇന്ററാക്ഷൻ AB ഇന്ററാക്ഷൻ ഈക്വൽ ആണെന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അത് തന്നെ. പിന്നെന്താ? ഡ്രോ ദ വേപ്പർ പ്രഷർ. നമുക്കറിയാം, ഇങ്ങനെയല്ലേടാ, ഇവിടെ വേപ്പർ പ്രഷർ ആണ്, ഇവിടെ മോൾ ഫ്രാക്ഷൻ ആണ്. ഇവിടെ കൈ A 1 ആണ്, കൈ B 0 ആണ്. ഇവിടെ കൈ A 0 ആണ്, കൈ B 1 ആണ്. അവിടുന്ന് ഇങ്ങോട്ടൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അത് PA ആണ്. ഓക്കെ, എൻഡ് ചെയ്യുന്നത് PA0. ഇവിടുന്ന് ഒരു ഗ്രാഫ് വരച്ചാൽ അത് PB ആണ്. എൻഡ് ചെയ്യുന്നത് PB0 ആണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ P ടോട്ടൽ ആണ്. P ടോട്ടൽ എന്ന് പറഞ്ഞാൽ PA + PB ആണ്. നേരെ തിരിച്ചും വരയ്ക്കാം. ഇത് ഓക്കെ ആണ്. നേരെ തിരിച്ചു വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതല്ലേ ചോദിച്ചത്? യെസ്.
28ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്മോസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്? അതായത് ഒരു കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഒഴുകുന്ന ഫിനോമിനയാണ് ഓസ്മോസിസ്. നമ്മൾ സൊല്യൂഷന്റെ സൈഡില് സൊല്യൂഷന്റെ സൈഡ് എന്താ ചോദിച്ചാൽ ഓസ്മോസിസ് റിവേഴ്സ് ഓസ്മോസിസ്. യെസ്, സൊല്യൂഷന്റെ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചൊഴുകുന്നതാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്ലിക്കേഷൻ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ് ആണ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറും ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടറും. ഡിഫൈൻ ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. ഇനി അടുത്തത്, റെപ്രസെന്റ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. Mg plus 2Ag plus gives Mg2 plus 2Ag. റൈറ്റ് ദ ആനോഡ് കാഥോഡ്. നമുക്ക് സിമ്പിൾ ആണിത്. എന്താണ് ആനോഡിൽ എന്താ നടക്കുക മക്കളെ പറ? ആനോഡിൽ ഓക്സിഡേഷനിലെ നടക്കുക. Mg2+ ആയി മാറുന്നതല്ലേ ഓക്സിഡേഷൻ. Mg എന്ന് പറയുന്ന ആള് എന്തായിട്ട് മാറുന്നു? Mg2+ 2 ഇലക്ട്രോൺ. ഇതാണ് എന്തെന്ന് പറയുന്നത് ആനോഡിൽ നടക്കുക. കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ 2 Ag++ 2 ഇലക്ട്രോൺ ഗീവ്സ് 2 Ag. ഇതാണ് ഇവിടെ നടക്കുക. ഇനി എന്താ ചോദിച്ചത്? ഇതിന്റെ സെല്ല് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സെല്ല് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെല്ല് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ Mg, അയാളൊരു സോളിഡ് ആണ്, ബാർ എന്തായിട്ടാ മാറണേ? Mg2+ അല്ലേ, /, പിന്നെന്താ Ag+ അല്ലേ, എന്തായിട്ടാ മാറുന്നത്? Ag ആയിട്ട് മാറുന്നത്. ഇതാണ് സെല്ല്. ഇതാണ് സെല്ല്. പിന്നെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? നേൺസ് ഇക്വേഷൻ ആണ്. നേൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, E cell equal to E0 cell minus 0.059/2, കാരണം 2 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദെൻ ലോഗ് ആനോഡ് ആരാ? Mg2+ അല്ലേ, Mg2+ ഡിവൈഡഡ് ബൈ Ag+ന്റെ പവർ ആയിട്ട് 2 ഉണ്ടാവും. കാരണം എന്താ? 2 Ag+ ഉണ്ട്, അതുകൊണ്ട് പവർ ആയിട്ട് 2 വരും. അതാണ് നേൺസ് ഇക്വേഷൻ വരിക. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കൊൾറാഷ്യസ് ലോ. എന്താ കൊൾറാഷ്യസ് ലോ? കൊൾറാഷ്യസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിലുള്ള കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം ഈക്വൽ ആണെന്നുള്ളതാണ്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൊൾറാഷ്യസ് ലോ വഴി എങ്ങനെ കണ്ടെത്തുക? നമ്മളത് ചെയ്തതല്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ സോഡിയം അസറ്റേറ്റും സോഡിയം ക്ലോറൈഡും HCl ഉണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താം. എങ്ങനെയാ? CH3COONA. ഓക്കെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl. ഇത് മൂന്നും ഉണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് കണ്ടെത്താം. കാരണം എന്താ? ഇവിടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na++ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COO- ഉണ്ടാവുക. ഇവിടെ എന്താ ഉണ്ടാവുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H++ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl- ഉണ്ടാവുക. ഇവിടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na++ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl- ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1, ഇതിനെ 2, ഇതിനെ 3 എന്ന് വിളിക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ആഡ് ചെയ്ത് അതിന് 3 സബ്സ്ട്രാക്ട് ചെയ്താൽ എന്താ വരിക എന്നറിയോ? ഈ Cl-ഉം ഇതും ക്യാൻസൽ ചെയ്യും, ഈ Na++ഉം ക്യാൻസൽ ചെയ്യും. പിന്നെ അവിടെ ബാക്കി ഉണ്ടാവുക എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡിൻ്റെതാണ് ബാക്കി ഉണ്ടാവുക. കാരണം എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+ ബാക്കിയുണ്ട്, പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് CH3COO- ബാക്കിയുണ്ട്. അതായത് അസറ്റേറ്റ് അയോണിന്റെയും H+ അയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അത് ആഡ് ചെയ്താൽ അസറ്റിക് ആസിഡിൻ്റെതാ കിട്ടുക. സിമ്പിൾ ആണ്, ലോജിക്കലാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. സിമ്പിളാണ്, ലോജിക്കലാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. പിന്നെ അതിന്റെ ഗ്രാഫ് വരക്കണം, അതിന്റെ എക്സാമ്പിൾ വരക്കണം. മക്കളെ, ഇതെന്ന് പറഞ്ഞാല് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനൊന്നും എക്സാമിന് ചോദിക്കാറില്ല. എന്നാലും ഇവിടെ ചോദിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമാണ്. ഞാനൊരു റിയാക്ഷൻ എടുക്കാം. R gives P എന്നുള്ളതാണ് റിയാക്ഷൻ. ഇതിന്റെ റേറ്റ് എന്താ വരിക? സീറോ ഓർഡർ ആണെങ്കിൽ റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R⁻². ഇതിന്റെ ഡിഫറൻഷ്യൽ റേറ്റ് എങ്ങനെയാ വരിക? ഡിഫറൻഷ്യൽ റേറ്റ് ഇസ് ഈക്വൽ ടു
പിന്നെ അതിൻ്റെ മുന്നേ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഇസ് ഈക്വൽ ടു കെ എന്നാ വരിക കേട്ടോ. യെസ്. ഇനി ഡിഫറൻഷ്യൽ റേറ്റ് എങ്ങനെയാണ് വരിക, മൈനസ് ഡി ആർ ബൈ ഡി ടി ഇങ്ങനെയാണ് വരിക. ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ റേറ്റും എന്തിന് ഈക്വൽ ആണ്, ഈ രണ്ടെണ്ണത്തിന് ഈക്വൽ ആണ്. കാരണം ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. യെസ്. അതുകൊണ്ട് നോക്കണേ, മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ എന്ന് വരും. കാരണം എന്താ, റേറ്റ് ഇസ് ഈക്വൽ ടു കെ ആണ്, റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി ആണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഞാൻ ചെയ്യുന്നത് ഡി ടിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ മൈനസ് ഡി ആർ ഇസ് ഈക്വൽ ടു കെ ഡി ടി എന്ന് വരും. ഇനി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, മൈനസ് ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, കോൺസ്റ്റന്റ് പുറത്തെടുത്തു, ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, മൈനസ് ആർ ഇസ് ഈക്വൽ ടു കെ ടി പ്ലസ് ഐ എന്നാണ് കിട്ടുക. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, അതായത് അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്ന അറിയാം, R0 ആയിട്ട് എടുക്കണം. അപ്പോൾ മൈനസ് R0 ഇസ് ഈക്വൽ ടു ടി 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ടി ഇൻറ്റു 0 പ്ലസ് ഐ എന്ന് വരും. അതിന് എന്ത് മനസ്സിലായി, ഐ ഇസ് ഈക്വൽ ടു മൈനസ് R0 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അത് അതിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ആർ ഈക്വൽ ടു കെ ടി മൈനസ് R0 എന്ന് വരും. ആ മൈനസ് R0 അങ്ങോട്ട് വന്നാൽ അത് പ്ലസ് R0 ആയിട്ട് മാറും. ഓക്കെ, പ്ലസ് R0 മൈനസ് ആർ ഇസ് ഈക്വൽ ടു കെ ടി. അങ്ങനെയാണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു എന്താണ്, ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, R0 മൈനസ് ആർ ബൈ ടി ആണ്. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി നിങ്ങൾക്ക് അറിയുന്ന കേസാണ്, ഇതിൻ്റെ കെ ഇസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് അല്ലേ വരിക. ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. വൈ ആക്സിൽ എന്താ നമ്മൾ എടുക്കുക, നമ്മൾ ആർ എടുക്കും അല്ലേ. പിന്നെന്താ, ടൈം അല്ലേ ഇവിടെ വരിക. അപ്പം നമുക്ക് ഇവിടെ ഇൻ്റർസെപ്റ്റ് വരും, R0 വരും. പിന്നെ സ്ലോപ്പ് എന്താ വരിക, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് കെ വരും. ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഇനി അതിൻ്റെ എക്സാമ്പിൾ ആണ് അറിയേണ്ടതെങ്കിൽ NH3 ഉണ്ടല്ലോ, NH3 പ്ലാറ്റിനത്തിൻ്റെ സർഫസ് നിന്ന് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് N2 പ്ലസ് 3H2 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം സർഫസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളത്, 31 ക്വസ്റ്റ്യൻ ആയില്ലേ. യെസ്. അപ്പോൾ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് അത് റിവൈസ് ചെയ്ത് സെറ്റാക്കുക. ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയത് അതൊന്നുകൂടെ സ്ട്രോങ് ആക്കുക. ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്ത് വന്നാലും എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്തുക എന്നുള്ളതാണ്. റെഡി? അപ്പോൾ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ലൈവിൽ ചോദിക്കുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.